നമസ്കാരം. ഹോട്ട് ടീ ആൻഡ് ടോക്ക് ആരംഭിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ടു ചോരി വിവാദത്തിന്റെ അലയൊലികളാണ് രാജ്യവ്യാപകമായി. ഡൽഹിയിൽ പാർലമെന്റിനെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ പ്രതിഷേധം. ഒട്ടും വിട്ടുകൊടുക്കാതെ BJPയും പ്രതിരോധം തുടരുമ്പോൾ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലമാണ്. ഇരട്ട വോട്ടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ക്രമക്കേട് നടന്നിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ വാർത്താ സായാഹ്നത്തിൽ ഹോട്ട് ടീ ആൻഡ് ടോക്ക് പരിശോധിക്കുകയാണ്. വോട്ടു ചേർത്തത് നിയമവിരുദ്ധമായോ? അനിൽ അക്കര, ഒപ്പം തന്നെ ശ്യാം രാജ്, BJP സംസ്ഥാന സെക്രട്ടറി, കോൺഗ്രസ് നേതാവ് അനിൽ അക്കര എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം അനിൽ അക്കരയിലേക്കാണ്. ശ്രീ അനിൽ അക്കര, ഇന്നിപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക്. അതിൽ അന്വേഷണം ആരംഭിക്കും, കലക്ടറോട് വിശദീകരണം തേടും, അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആർ ഇളങ്കോ അവിടെ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ പരാതി? ബഹുമാനായ രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന വോട്ട് ചോർക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കള്ളവോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ആ തെളിവ് സഹിതമുള്ള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിംഗ് നമ്മുടെ രാജ്യത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയൊരു സംഭവമാണ്. അതിൻ്റെ സമാനമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ തുടർച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് തൃശ്ശൂരിൽ നടന്ന കള്ളവോട്ട് ചേർക്കൽ തുടങ്ങിയ വിഷയങ്ങൾ. ഇത് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞു എങ്കിൽ കൂടിയും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കൃത്യമായി തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച പരാതികൾ നൽകിയിരുന്നു. പക്ഷെ അന്ന് ഫൈനൽ വോട്ടർ പട്ടിക വന്ന സാഹചര്യത്തിൽ അതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന മുട്ട് ന്യായമാണ് കളക്ടർ എന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഈ പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ തൃശ്ശൂർ തുടങ്ങി ഗുരുവായൂർ ഉൾപ്പെടെ തൃശ്ശൂരിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും വ്യക്തമായും BJPയുടെ നേതൃത്വത്തിൽ വോട്ട് കൂട്ടിച്ചേർക്കാനുള്ള അവസാന ഘട്ടത്തിൽ അനധികൃതമായി നിരവധിയായ വോട്ടുകൾ ചേർത്താൻ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഓരോ നിയോജകങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ വോട്ടർ പട്ടിക പരിശോധിച്ച് അന്ന് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായി കണ്ടെത്താൻ കഴിഞ്ഞത് ബഹുമാനായ തൃശ്ശൂരിൻ്റെ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ കുടുംബം 11 വോട്ടുകളാണ് തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും വീടുകളിൽ നിന്ന് മാറ്റി ഇങ്ങോട്ട് ചേർത്തിട്ടുള്ളത്. അതിൽ സുരേഷ് ഗോപിയുടെ സഹോദരൻ്റെ വോട്ട് കൊല്ലത്ത് തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു. ഇരട്ട വോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത് കൃത്യമായി പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് ഗുരുതരമായ വീഴ്ചയും ക്രിമിനൽ കോൺസ്പിറൻസിയും അതുപോലെ തന്നെ വലിയ ക്രൈമുമാണ് സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത്. കാരണം അതിൻ്റെ കൃത്യമായ തെളിവുകൾ പുതിയ വോട്ടർ പട്ടിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള വോട്ടർ പട്ടിക പുറത്തിറങ്ങിയോടുകൂടി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ശാസ്തമംഗലത്ത് അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അമ്മയുടെയും സഹോദരന്മാരുടെയും ഒക്കെ വോട്ടുകൾ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി തിരുവനന്തപുരത്ത് തുടർന്നിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇവിടെ സ്ഥിരതാമസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ വോട്ട് ചേർത്തിരിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ നിയമാനുസൃതം വോട്ട് ചേർക്കാൻ കഴിയില്ല. ആ നിയമാനുസൃതമല്ലാത്ത വിഷയമാണ് ഞങ്ങൾ ചലഞ്ച് ചെയ്തിട്ടുള്ളത്. അന്ന് തൃശ്ശൂർ ജില്ലയിലെ സിറ്റി പോലീസ് കമ്മീഷണർക്കും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കൃത്യമായ ഡോക്യുമെൻറ്റുകളുടെ ഭാഗമായിട്ടാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയ ആരോപണം എന്ന രീതിയിലല്ല ഞങ്ങളിത് കൊടുത്തിട്ടുള്ളത്. ഈ വോട്ട് സുരേഷ് ഗോപിക്ക് ഇവിടെ ചേർക്കാൻ കഴിയുന്ന സാഹചര്യം, നിയമപരമായ സാഹചര്യമില്ല. അത് അന്നത്തെ രാഷ്ട്രീയമായ സാഹചര്യവും കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. നിയമപരമായി നേരിടുന്നതോടുകൂടി ഇപ്പോൾ അനിലക്കര ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ 84-ാം നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയിലാണ് സുരേഷ് ഗോപിയുടെ സഹോദരനായിട്ടുള്ള സുഭാഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് റാണി സുഭാഷും ഇടം പിടിച്ചിട്ടുള്ളത്. അവർക്ക് തൃശ്ശൂരിലും വോട്ടുണ്ടായിരുന്നു. ശ്യാംരാജ്, കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ. ഹലോ ശ്യാംരാജ്, ഞാൻ ചോദിച്ചത് അനിലക്കര ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കൊല്ലം മണ്ഡലത്തിലെ ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ 84-ാം നമ്പർ ബൂത്തിലാണ് സുഭാഷ് ഗോപിയും അദ്ദേഹത്തിന്റെ ഭാര്യയും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അവർക്ക് 2 പേർക്കും തൃശ്ശൂരിലും വോട്ടുണ്ടായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഹരിപ്പാട് സ്ഥാനാർത്ഥിയായിരുന്നുള്ള ഇവരുടെ ഒക്കെ നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നത് ചെന്നിത്തലയായിരുന്നു.
ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഹരിപ്പാടേക്ക് മാറ്റിയിട്ടുള്ളത്. അത് അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് നിങ്ങളുടെ ക്യാമറാമാനെ നിങ്ങളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. ഹരിപ്പാട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ ആരും താമസം പോലുമില്ല. അദ്ദേഹത്തിന് പരാതി കൊടുക്കാനൊക്കെ ആയിട്ട് വരുന്ന ചില ആളുകളല്ലാതെ ആ വീട്ടിലാരും താമസം പോലുമില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാ ആളുകളും ചെയ്തിരുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. ഇരട്ട വോട്ട് എന്നുള്ള ആക്ഷേപമാണ് സുരേഷ് ഗോപിയുടെ ഒരു കേന്ദ്രമന്ത്രിയുടെ സഹോദരനെതിരെ ഉയരുന്നത്. രണ്ടാമത് ഞാൻ പറയട്ടെ കഴിഞ്ഞ ഇതേ തിരഞ്ഞെടുപ്പിൽ തന്നെ എൽദോ കുന്നപ്പള്ളി ഉണ്ടല്ലോ, ഇവരുടെ മറ്റേ പെരുമ്പാവൂർ MLA, അദ്ദേഹത്തിന് പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിനും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിലും ഉണ്ടായിരുന്നു. ഒരു പടി കൂടി കടന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 3 ഇടത്ത് ഇരട്ടയല്ല ട്രിപ്പിൾ ഇടങ്ങളിൽ വോട്ടുണ്ടായിരുന്നു. അന്ന് ഇവർ പറഞ്ഞ ന്യായം എന്താണ്? അത് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും കണ്ടിട്ടില്ല, അത് ഇലക്ഷൻ കമ്മീഷന്റെ എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊഴുകിയായിരുന്നു. ഇപ്പോൾ ഇതെങ്ങനെ ഞങ്ങളുടെ ഭാഗത്ത് മാത്രമായിട്ട് തെറ്റി വരുന്നത്? ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഒരു ഇലക്ഷന് പരാജയം നേരിട്ടുണ്ടെങ്കിൽ അത് പരാജയമാണെന്ന് സമ്മതിക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് സാധിക്കണം. കെ മുരളീധരൻ ആദ്യം പറഞ്ഞത് എന്താണെന്ന്? ഇലക്ഷന് പരാജയപ്പെട്ട ഉടനെ ഇവർക്ക് ഈ ന്യായം, ഈ വാദങ്ങൾ ഉണ്ടായിരുന്നോ? ഇലക്ഷൻ പരാജയപ്പെട്ട തുടക്കത്തിൽ തന്നെ ഇവരുടെ സ്ഥാനാർത്ഥിയായിരുന്നുള്ള കെ മുരളീധരൻ പറഞ്ഞെന്താണ്? പാർട്ടി വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന്. ഇവരുടെ DCC പ്രസിഡന്റിനെ അടക്കം അവിടുന്ന് മാറ്റിയില്ലേ? അദ്ദേഹത്തിന് സ്ഥാനചലനം സംഭവിച്ചില്ലേ? അപ്പോൾ അന്ന് അങ്ങനെ സംഭവിക്കുകയും ഇന്നിങ്ങനെ വരികയും ചെയ്യുന്നത് തുടർച്ചയായിട്ടുള്ള ഈ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ടുള്ള തോൽവികളിൽ നിന്ന് രക്ഷപ്പെടുവാനും സ്വന്തം അണികളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ന്യായം മാത്രമാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഞങ്ങളെക്കാൾ എത്രയോ മുമ്പ് ഇവർക്കെതിരെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച ആളുകൾ അതേ തടസ്സവാദങ്ങളുമായിട്ട് വീണ്ടും വരികയാണ്. ഇനി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോക്കൂ, അടിസ്ഥാനപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആരോപണം തന്നെ തെറ്റിപ്പോയിന്ന്. ബാംഗ്ലൂർ സെൻട്രൽ അദ്ദേഹം പറഞ്ഞത് 7 അസംബ്ലി മണ്ഡലങ്ങളിൽ കോൺഗ്രസും അതിനുശേഷം ഒരിടത്ത് ഞങ്ങളും ലീഡ് ചെയ്തതിൽ ഞങ്ങൾ വിജയിച്ച് കയറി എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ കണക്ക് തന്നെ തെറ്റാണെന്ന്. 4 അസംബ്ലി മണ്ഡലങ്ങളിൽ കോൺഗ്രസും 4 അസംബ്ലി മണ്ഡലങ്ങളിൽ BJPയും ലീഡ് ചെയ്തെടുത്തു നിന്നാണ് ഞങ്ങൾ ജയിച്ചു കയറിയിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണത്തിൽ തന്നെ തെറ്റുണ്ടാവുകയും പിന്നീട് അതിന് പിന്നാലെ ഇത്തരത്തിലുള്ള പ്രത്യാരോപണങ്ങളും അതിൻ്റെ ചൂട് പിടിച്ചുള്ള ആരോപണങ്ങളുമായിട്ട് വരുന്നതിനപ്പുറം ഇതിൽ യാതൊരു കഥയുമില്ല എന്ന് കൂടി മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഇവർക്ക് പരാതി കൊടുക്കാൻ വേണ്ടി സാധിക്കാത്തത്? ഈ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതൊരു എത്രയോ സുതാര്യമായുള്ള ഒരു പ്രോസസ്സാണ്. ആദ്യം തന്നെ ഈ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ വോട്ടർ പട്ടികയുടെ ഒരു കരട് പട്ടിക കിട്ടും. അതിൽ നമുക്ക് ആളുകളെ ചേർക്കാനും വെട്ടിക്കളയാം. അതിനുശേഷം പുതുക്കിയ വോട്ടർ പട്ടിക നമ്മുടെ എല്ലാവരുടെയും, ഈ കോൺഗ്രസ്സുകാരൻ്റെയും BJPക്കാരൻ്റെയും ജനതാദൾക്കാരൻ്റെയും എല്ലാവരുടെയും കൈകളിലേക്ക് എത്തും. അവിടെ എവിടെയാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ ഇനി നടന്നു എന്ന് തന്നെ വിചാരിക്കുക. എന്തുകൊണ്ട് ആ സമയത്ത് ഇവർക്ക് ഇത്തിരി പരാതി ഉന്നയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല? അപ്പോൾ അന്നില്ലാത്ത പരാതി, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ, ഇവർ തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസും അവിടുത്തെ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഉൾപ്പെടെ ആവർത്തിച്ച് ആരോപിക്കുന്നത് ഇതെല്ലാം നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് വിളിച്ചതാണ്, അന്ന് മൊഴി രേഖപ്പെടുത്തി. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും പോയിട്ടില്ല, ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്നും ഇന്നും ആരോപിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസും CPIയും ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപിക്കുന്നതല്ലേ? അതിന്റെ തെളിവ് പുറത്തുവിടട്ടെ. ഇവരിത് ആരോപിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ? വളരെ വ്യക്തമായിട്ട് സുതാര്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചില്ലേ, പരാതി രേഖാമൂലം തരൂ. കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ? പരാതി രേഖാമൂലം തരൂ എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ പരാതിക്ക് പോകുന്നില്ല. നോക്കൂ, ഇത്ര വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത്, ഇത്തരത്തിലുള്ള കോടതികളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഞങ്ങൾ നിയമപരമായി മുമ്പോട്ട് പോകുന്നില്ല എന്നാണ്. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ഇവർക്ക് നിയമപരമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല? അപ്പം അതിൽ തന്നെ കള്ളമുണ്ട്. നിയമപരമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഈ രാജ്യത്തെ കോടതികളെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ, മഹാരാഷ്ട്രയിൽ സംഭവിച്ചതുപോലെ ഞങ്ങളുടെ സമയം മെനക്കെടുത്താതെ നിങ്ങൾ പോകൂ, അല്ലെങ്കിൽ ചൈനയുടെ കാര്യം പറഞ്ഞതുപോലെ നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ എന്നുള്ള ചോദ്യമൊക്കെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും ഈ കോൺഗ്രസ് പാർട്ടിയും നേരിട്ടേക്കാം എന്നുള്ളത് കൊണ്ടാണെന്ന്. ഇവരുടെ കയ്യിൽ എല്ലാം ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളുടെ തെളിവുകൾ പുറത്തു വരട്ടെ എന്ന് ഇവർ പരാതിപ്പെട്ടു എന്ന് പറയുന്നു. ആ പരാതിപ്പെട്ടതിൻ്റെ രേഖകൾ കൊണ്ടുവരട്ടെ. ഇത് വളരെ എളുപ്പമല്ല. ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത്, നിങ്ങളെപ്പോലെ ഇത്രയും മാധ്യമങ്ങളുള്ള കാലത്ത് ഇതെല്ലാം നമുക്ക് മുമ്പിൽ വയ്ക്കട്ടെ എന്നേ.
എന്നിട്ട് ഞങ്ങൾ പറഞ്ഞത് കള്ളമാണെന്നോ പക്ഷേ ഇന്ന് ന്യൂസ് മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ നമ്മൾ അവിടെ അന്വേഷിക്കുമ്പോൾ തൃശ്ശൂരിൽ ഉള്ളത് എത്രയോ കള്ളവോട്ടുകളുടെ അല്ലെങ്കിൽ ഇരട്ട വോട്ടുകളുടെ അഡ്രസ് അറിയാത്ത വോട്ടർമാരുടെ നോക്കൂ. നമ്മളൊരു ഫ്ലാറ്റിൽ ചെന്ന് ഇന്നലെ ഞങ്ങളുടെ റിപ്പോർട്ടർ ലെവിൻ കെ വിജയൻ അവിടെ ഒരു ഫ്ലാറ്റിൽ ചെന്ന് പ്രസന്ന എന്ന് പറയുന്ന ഫ്ലാറ്റ് ഉടമയോട് സംസാരിച്ചു. ആ പ്രസന്നയുടെ അഡ്രസ്സിൽ അവിടെ 9 വോട്ടുണ്ട്. ആ 9 പേരെയും പ്രസന്നയ്ക്ക് അറിയില്ല. അത് ഗുരുതരമായൊരു പ്രശ്നമല്ലേ? അത് തെളിവല്ലേ? അല്ല, അത് ഞങ്ങളാണ് ചേർത്തതെന്ന് പറഞ്ഞു. അല്ല, നിങ്ങളാണ് ചേർത്തതെന്നല്ല പറയുന്നത്. ആ പ്രോസസ്സിൽ കള്ളത്തരമുണ്ട് എന്നുള്ളതാണ്. BJP ആണ് ചേർത്തതെന്നുള്ളതിന് തെളിവില്ല. പക്ഷേ മറ്റൊരു കാര്യം പുറത്തു വന്നത്, ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ സഹോദരൻ തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റി എന്നുള്ളത്, ഇരട്ട വോട്ട് നിലനിർത്തി എന്നുള്ളത്, അതേപോലെ തന്നെ ഒരു RSSന്റെ നേതാവ് അദ്ദേഹത്തിന്റെ വോട്ടും ആലത്തൂർ മണ്ഡലത്തിലും തൃശ്ശൂരിലും ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ വോട്ടുകളെല്ലാം ചേർത്തത് നിങ്ങളാണ് എന്ന് ഒരു തെളിവുമില്ല. വോട്ട് ചെയ്തിട്ടൊന്നുമില്ല. RSSന്റെ നേതാവ് വോട്ട് ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ബൈറ്റൊക്കെ നിങ്ങൾ ഇന്നും എനിക്ക് തോന്നുന്ന കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം വോട്ട് ചെയ്തിട്ടൊന്നുമില്ല. നോക്കൂ, ഇത് കേരളത്തിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് തീർന്നു പോയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ആദ്യമുണ്ടാകാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ഇത്തരം ആരോപണങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ജയിച്ചു എന്നിവർ വാദിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പെരുമ്പാവൂരിലെ ഈ കോൺഗ്രസ് പാർട്ടി ജയിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അവിടുത്തെ നിലവിൽ ഇവരുടെ MLAക്ക് 3 വോട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അനിൽ അക്കരയോട് ചോദിക്കാം. രാജ് തുടരുക. ശ്രീ അനിൽ അക്കരെ, ഇത് വെറും പരാതികൾ മാത്രമാണോ, അല്ലെങ്കിൽ ആരോപണങ്ങൾ മാത്രമാണോ? എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു പരാതി നൽകാതെ? ഇന്നിപ്പോൾ കോൺഗ്രസ് അവിടെ പരാതി നൽകിയിരിക്കുന്നു തൃശ്ശൂരിൽ, പക്ഷേ രാജ്യവ്യാപകമായ ഒരു പരാതി നൽകാൻ തയ്യാറാവാത്തത്, രാഹുൽ ഗാന്ധി ആ നിയമത്തിന് വിധേയമാകാൻ തയ്യാറാവാത്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് BJP ഇവിടെ ചോദിക്കുന്നത്. തോറ്റതിന് ശേഷമുള്ള ന്യായീകരണം മാത്രമാണോ ഇത്? ഭയങ്കര വാശിയിലാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങളുടെ ചില MLAമാരുടെ വോട്ട് ചേർത്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇവിടെ തൃശ്ശൂർ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് 2024 ഏപ്രിൽ 24 അനിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ബൂത്ത് പ്രസിഡന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുക്കുന്നത്. ഈ പറയുന്ന ചില ബൂത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എൻ്റെ കയ്യിൽ പരാതിയോടെ ഇരിക്കുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങൾക്കും ഞങ്ങൾ നൽകിയതാണ്. അതുപോലെ തന്നെ 24/4/2024 തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വ്യാജമായി വോട്ടുകൾ ചേർത്തിയതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായ ശ്രീ TN പ്രതാപൻ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കോപ്പിയും എൻ്റെ കയ്യിലിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും കൊടുത്താണ്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നോട്ടീസ് തരികയോ ഞങ്ങളുടെ ഹിയറിങ്ങിന് പോലും ഈ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ട് എന്താണ് കാര്യം? ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ ഏജൻ്റായി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് അവിടെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്? ഞങ്ങൾ ഇന്ന് ക്രിമിനൽ കേസായി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗൂഢാലോചന ക്രിമിനൽ കോൺസ്പിറൻസി ഉണ്ട് എന്നാലോചിച്ചുകൊണ്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധി തന്നെയാണ് പറഞ്ഞത് ഇതിനകത്തൊരു ക്രിമിനൽ കോൺസ്പിറൻസിയാണ്, ഇത് ക്രിമിനൽ ഗൂഢാലോചനയാണ്, ഇതിനകത്ത് കേസെടുക്കണം എന്ന് വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ പ്രതിസ്ഥാനത്ത് വരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളെന്തിന് പരാതി കൊടുക്കണം? ഈ കേസിൽ ഈ കോൺസ്പിറസിയിൽ കൃത്യമായ പങ്കാളിത്തമുള്ള ഒരു കക്ഷിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ പ്രതിയാക്കി ഉള്ള കേസിൽ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനല്ല ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. ഞങ്ങൾ രാജ്യത്തെ നിയമപരമായി നേരിടും. ഞങ്ങൾ പോലീസിന് പരാതി കൊടുത്തു. കർണാടക ഗവൺമെൻറ് അത് അന്വേഷിക്കാനുള്ള നടപടികളുമായി പോകുന്നു. അതാണ് അതുമായി ബന്ധപ്പെട്ട വിഷയം. ഇവിടെ അദ്ദേഹം ഇവിടെ പറയുണ്ടായി, വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഒരു 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 3 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ഒരാളാണ്. 5 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. വോട്ടർ പട്ടിക കുട്ടിക്കാലം മുതൽ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായ സമയത്തും ബൂത്ത് പ്രസിഡൻ്റായ സമയത്തും വളരെ കൃത്യമായ വോട്ടർ പട്ടിക കൈകാര്യം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തനാണ്. അപ്പോൾ വോട്ടർ പട്ടിക എങ്ങനെയാണ് ഇറക്കുക എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ എന്താണ് സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കരടിറങ്ങി, രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിച്ചു, വോട്ട് ചേർത്തി, എല്ലാം കഴിഞ്ഞു. അതിനുശേഷം അവസാനം ഈ വോട്ടർ പട്ടികയുടെ ഇറങ്ങിയ മദർ വോട്ടർ പട്ടിക, ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം, മദർ വോട്ടർ പട്ടിക ഇറങ്ങിയതിന് ശേഷം രണ്ടാമതായി കൂട്ടിച്ചേർക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി 2023 ഒക്ടോബർ 27 മുതൽ 2024 ജനുവരി 22 വരെയുള്ള സമയങ്ങളിലായി ചേർത്ത വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കൂട്ടിച്ചേർത്ത ഈ പറയുന്ന 3 പേജുകൾ. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ പേജ് എന്ന് പറയുന്നത് 3 പേജാണ്. ഈ 3 പേജ് ഇറങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി ആവുന്നതിന് മുൻപ്, നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിന് ശേഷം ഇറങ്ങിയ വോട്ടർ പട്ടികയാണ്.
ആ വോട്ടർ പട്ടികയിലാണ് സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും വോട്ട്. തൃശ്ശൂർ ജില്ലയിൽ 1,40,40,000 വോട്ട് ചേർത്തതിൽ ഭൂരിഭാഗം വരുന്ന വോട്ടുകൾ ഏതാണ്ട് ഒരു ബൂത്തിൽ 50ഓളം വോട്ടുകളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് വരുന്ന ശരാശരി ഏതാണ്ട് 2000ഓളം ബൂത്തുകൾ വരും. അത്ര കൃത്യമായ ആ ബൂത്ത് കൃത്യമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഡിയോയിൽ ഒരു തകരാറ് വന്നിരിക്കുകയാണ്, ഉടൻ തന്നെ പരിഹരിക്കാം. ശ്രീ ശ്യാമരാജ്, അദ്ദേഹം പറഞ്ഞു വന്നത് ഈ വിധത്തിൽ ഒരുപാട് സുതാര്യതയില്ലായ്മ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. കൂട്ടിച്ചേർക്കലുകളാണ് നടന്നിട്ടുള്ളത്. നോക്കൂ, അങ്ങ് പരാതി നൽകാൻ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം വിളിച്ചു പറയേണ്ടി വന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത അങ്ങേയറ്റം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അവിടെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും മുഖ്യ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവും ഒപ്പം തന്നെ സുപ്രീം കോടതി ജഡ്ജിയും ഉണ്ടായിരുന്ന ആ പാനൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയോഗിക്കാനുള്ള, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ആ പാനൽ, അതിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ എടുത്തു മാറ്റി പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി അതിലെ പാനൽ അംഗമായി വരിക എന്ന് വന്നിടത്ത് തന്നെ അവിടെ ഭൂരിപക്ഷം ഭരണപക്ഷത്തിന് അനുകൂലമായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. മാത്രമല്ല, രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഈ CCTV ദൃശ്യങ്ങൾ ടാമ്പർ ചെയ്ത് കളയുന്നത്, 45 ദിവസത്തിന് ശേഷം നശിപ്പിക്കപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് റോളുകൾ, ഡിജിറ്റൽ റോളുകൾ നൽകാത്തത് എന്നീ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ ഈ കമ്മീഷനിൽ പോയിട്ട് ഇനി കാര്യമില്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. അതിലൊന്ന്, ശരി, കമ്മീഷനിൽ പോയിട്ട് കാര്യമില്ല, ഇവരുടെ ആരോപണം ഒരു വാദത്തിന് വേണ്ടി അങ്ങ് അംഗീകരിച്ചു എന്ന് തന്നെ കരുതുക. ഇലക്ഷൻ കമ്മീഷൻ അല്ലല്ലോ ഈ രാജ്യത്തെ അവസാന വാക്ക് എന്ന് പറയുന്നത്. ഇവർക്ക് ഇലക്ഷൻ കമ്മീഷന് വിശ്വാസമില്ല, ഇവർക്ക് സർക്കാരിന് വിശ്വാസമില്ല, ഇവർക്ക് പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങളെ വിശ്വാസമില്ല. വേണ്ട, എന്തുകൊണ്ട് ഈ രാജ്യത്തെ കോടതികളെ സമീപിക്കുന്നില്ല? അതൊരു ചോദ്യമല്ലേ. ഇവിടെ എന്തുകൊണ്ട് ഈ രാജ്യത്തെ കോടതികളെ സമീപിക്കുന്നില്ല? ഇനി അതുമല്ല, ഇത്തരത്തിൽ ഈ ഒരു ചർച്ച ചൂട് പിടിച്ച് നിൽക്കുന്ന സമയത്ത്, ഈ തെളിവുകളുമായിട്ട് ഇവർക്ക് ജനങ്ങൾക്ക് മുമ്പിൽ എത്താൻ വേണ്ടി പറ്റാത്ത എന്താണെന്ന്, അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഇവരുടെ ആരോപണം തന്നെ തെറ്റെന്ന് തെളിയിക്കലാണ്. ഇനി ഡിജിറ്റലൈസേഷനെ കുറിച്ചിട്ട് ഇവർ സംസാരിക്കുന്നു, വീഡിയോകളെ കുറിച്ചിട്ട് സംസാരിക്കുന്നു. 45 ദിവസങ്ങൾക്ക് ശേഷം ആ വീഡിയോ പ്രൈവസിയുടെ കാരണങ്ങളൊക്കെ ആയിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണെന്നേ. അതിന് മുമ്പ് ഇവർക്ക് ചോദിക്കാമായിരുന്നല്ലോ. ഇനി അതല്ല എന്ന് തന്നെ വെച്ചു, ഇവർ ഡിജിറ്റലൈസേഷനെ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ EVM വേണ്ട, ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ എന്നിട്ട് ഇവർ ഡിജിറ്റലൈസേഷൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വാദത്തിന് വേണ്ടിയിട്ടുള്ള വാദങ്ങളാണെന്ന്. ഈ ഒരു സമയത്ത് ഇവർക്ക് ഒരു പുകമറ സൃഷ്ടിക്കണം. നോക്കൂ, ഈ രാജ്യത്ത് ഈ കഴിഞ്ഞ 10-11 വർഷമായിട്ട് എടുത്ത് എത്രയോ തിരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ ബഹുഭൂരിപക്ഷമായിട്ട് ഞങ്ങൾ വിജയിച്ച ഇലക്ഷനുകളുമുണ്ട്, ഞങ്ങൾ തോറ്റ ഇലക്ഷനുകളുമുണ്ട്. ഞങ്ങൾ തോറ്റ കാലത്ത് എന്നെങ്കിലും പോട്ടെ, ഈ രാജ്യത്ത് EVMകൾ, ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന കാലങ്ങളിലടക്കം ഞങ്ങൾ തോറ്റിട്ടുണ്ട്. ആ സമയത്ത് എപ്പോഴെങ്കിലും ഈ ജനാധിപത്യത്തെ വിശ്വാസമില്ലാതെ, ഈ രാജ്യത്തെ ജനങ്ങളുടെ ജനവിധിയെ വിശ്വാസമില്ലാതെ ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്ന, ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയുന്ന, ഈ വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറ്റം പറയുന്ന ഒരു പ്രവർത്തനമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ടോ? തോറ്റെങ്കിൽ തോറ്റു എന്ന്. ഇനി ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണോ? ഇവരുടെ തന്നെ നേതാവായിട്ടുള്ള കർണാടക മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആൾ തന്നെയായിട്ടുള്ള ശ്രീ KN രാജണ്ണ ഇന്നലെ എന്താണ് പറഞ്ഞത്? അദ്ദേഹം എന്തിനാണ് രാജിവെക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്? അദ്ദേഹം തന്നെ പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്, ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണെന്ന്. അപ്പോൾ ഇതിനകത്ത് തന്നെ എതിരഭിപ്രായം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ വാദങ്ങളാണ് ശരിയെന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള നേതാക്കൾ പോലും അംഗീകരിക്കുകയാണ്. ശ്യാമരാജ്, 4 മെയ് 2014 നരേന്ദ്രമോദി നൽകിയിട്ടുള്ള ഒരു ബൈറ്റാണ്, അത് ANI ട്വീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ ട്വീറ്റ് ഇപ്പോഴും വീണ്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇഫ് ഇലക്ഷൻ കമ്മീഷൻ ഫീൽസ് ബാഡ് അബൌട്ട് വാട്ട് ഐ എം സെയിങ്, they are free to lodge a case against me again, but they must handle polls unbiasedly. നരേന്ദ്രമോദി എന്നുള്ളതാണ് ANIയുടെ ട്വീറ്റ്. അതിപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസ് ഹാൻഡിലുകളാണ് സ്വാഭാവികമായിട്ടും അത് വീണ്ടും പുറത്ത് എത്തിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി തന്നെ 2014 ഇലക്ഷൻ കമ്മീഷനിൽ അന്ന് വിശ്വാസമില്ല എന്ന വിധത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ആയിക്കോട്ടെ എന്ന്. അതിന്റെ പ്രതിവിധി എന്താണ്? അല്ലെങ്കിൽ അല്ല, ഇലക്ഷൻ കമ്മീഷനെ BJPക്ക് പൂർണ്ണ വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു എന്നുള്ളതാണ് കാര്യം. അല്ലല്ല, അതൊക്കെ ഓരോ സാഹചര്യങ്ങളാണ്. മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പരാതി വരാം. പക്ഷെ ആ പറയുന്ന സാഹചര്യത്തിൽ, ആ പറയുന്ന പരാതിയിൽ കാമ്പുണ്ടാകണമെന്നേ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ തുടക്കത്തിൽ തൊട്ട് പറഞ്ഞത്. ഇവർ പരാതി കൊടുക്കട്ടെ, ഞാൻ സമ്മതിച്ചല്ലോ.
നിങ്ങൾ ഈ ഒരു പോയിന്റ് പറയുന്നതിന് മുൻപേ തന്നെ ഞാൻ സമ്മതിച്ചല്ലോ, ഇവർക്ക് ഇലക്ഷൻ കമ്മീഷനെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. എന്തുകൊണ്ട് ഇവർ പരാതി ബഹുമാനപ്പെട്ട കോടതികളിൽ പോകുന്നില്ല? പോട്ടെ, ഈ തുടക്കത്തിൽ ഇവർ പറഞ്ഞ ആരോപണങ്ങൾ പല തെറ്റിപ്പോയില്ലേ എന്ന്. അങ്ങയുടെ ശബ്ദത്തിൽ ചെറിയ തടസ്സം വന്നുകൊണ്ടാണ് നേരത്തെ പൂർത്തിയാക്കാൻ സാധിക്കായിരുന്നത്. ശ്യാമരാജ് മടങ്ങി വരാം അങ്ങയിലേക്ക് മടങ്ങി വരാം. അനിലക്കരെ, എന്തുകൊണ്ടാണ് കോടതികളിൽ പോകാത്തത്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കോടതിയിൽ പോകാത്തത്? അതാണ് BJP ആവർത്തിച്ച് ചോദിക്കുന്നത്. നമ്മൾ തൃശ്ശൂരിലെ കാര്യം സംസാരിച്ചു. അങ്ങ് പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ മാനിപ്പുലേഷൻ നടത്തിയിട്ടുള്ളതെന്ന് അങ്ങ് വിശ്വസിക്കുന്ന കാര്യങ്ങൾ, ആ മദർ വോട്ടർ പട്ടികയെ പറ്റിയും കരടിനെ പറ്റിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൂട്ടിച്ചേർക്കലുകളെ പറ്റി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ കാര്യം ചലഞ്ച് ചെയ്തുകൊണ്ട് വളരെ സ്പെസിഫിക് ആയി കോടതിയിലേക്ക് പോകാത്തത് എന്നുള്ളതാണ് BJP ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇലക്ഷൻ പെറ്റീഷൻ നമുക്ക് 30 ദിവസത്തിനകത്ത് കോടതികളിൽ ഫയൽ ചെയ്യണം. ഇവിടെ നമുക്കത് കോടതികളിൽ ഫയൽ ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കിത് കിട്ടി, നമ്മളത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനത്തിലേക്ക് പോകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൂടുതൽ സീറ്റുകൾ ജയിച്ച മഹാരാഷ്ട്രയിൽ ഞങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇതൊരു പഠനത്തിലേക്ക് ഞങ്ങൾ പോയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇതിന് പഠനം നടത്തിയത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ കോപ്പികളാണ് ആവശ്യപ്പെട്ടത്, പക്ഷെ നമുക്ക് തന്നില്ല. അപ്പോൾ നമുക്ക് ഹാർഡ് കോപ്പികളാണ്. അത് പരിശോധിക്കാൻ എടുത്ത സമയമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ പെറ്റീഷൻ മൂവ് ചെയ്യണമെങ്കിൽ 30 ദിവസത്തിനകത്താണ് പോകേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ പെറ്റീഷനായി ഇത് മൂവ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ വോട്ടർ പട്ടിക നമ്മുടെ സംസ്ഥാനത്തെ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ വോട്ടർ പട്ടികയും നമുക്ക് ഇപ്പോൾ സൈറ്റിൽ കയറി എടുക്കാൻ കഴിയുന്നില്ല. ഇതിനകത്ത് കള്ളത്തരമില്ലെങ്കിൽ എന്തിനാണ് വോട്ടർ പട്ടിക പൊതുസമൂഹം അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ ഇരിക്കേണ്ട വോട്ടർ പട്ടിക പൂർണ്ണമായും ഇവർ ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് കള്ളത്തരമുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. രണ്ടാമത്, ഞങ്ങൾ നിയമപരമായി നേരിടില്ല എന്ന് ആരാണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇത് വളരെ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഇത് കുറ്റകരമായ അനാസ്ഥയും കുറ്റകരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ ചെയ്യുകയാണ്. ഞങ്ങൾ ആദ്യമായി തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഈ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ ചേർത്ത BJP ചേർത്തു എന്ന് അവകാശപ്പെടുന്ന 60,000 വോട്ടുകൾ ഈ പറയുന്ന ക്രിമിനൽ കോൺസ്പിറസിയുടെ ഭാഗമായി കുറ്റകരമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃശ്ശൂർ MP ആയിരുന്ന TN പ്രതാപൻ ഇന്ന് പോലീസിന് പരാതി കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. പോലീസ് അന്വേഷിച്ച് ഇതുമായി FIR ഇടാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അപ്പോഴാണ് നമുക്ക് കോടതിയിൽ പോകാൻ കഴിയൂ. അല്ലാതെ ഒരു പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്ന കേസ്, പോലീസ് എടുക്കേണ്ട കേസ് എന്തിനാണ് ഞങ്ങൾ നേരെ കോടതിയിൽ കൊണ്ടുപോയി എടുക്കേണ്ടത്? അപ്പോൾ നിയമപരമായ ടൈം ഇതിനകത്തെടുക്കും. ഇത് ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി വോട്ട് ചെയ്തതുപോലെ അല്ലെങ്കിൽ വോട്ട് ചേർത്തിയതുപോലെ നമുക്ക് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വോട്ട് ചേർത്തിയതുപോലെ നമുക്കങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് SP-ക്ക് പരാതി കൊടുത്തത്. അവിടെ കർണാടകയിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ് തന്നെ കർണാടകയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് അന്വേഷണവുമായി പോകുമെന്ന കാലത്ത് യാതൊരു തർക്കവുമില്ല. ഇവിടുത്തെ ഈ തൃശ്ശൂരിലെ പ്രശ്നത്തിന് എന്താണ് പ്രശ്നം? ഇവർ പറഞ്ഞതുപോലെ കരട് വോട്ടർ പട്ടിക പരിശോധിച്ച് പരാതി കൊടുക്കാൻ കഴിയില്ല. ഇത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയറിന് ശേഷം അന്തിമമായി വോട്ടർ പട്ടിക ഇറങ്ങിയതിന് ശേഷം അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടർ പട്ടികയാണ്. അതിനകത്ത് ഞങ്ങൾക്ക് പരാതി കൊടുക്കാൻ കഴിയില്ല. അതിനകത്ത് തടുക്കാൻ മാത്രമേ കഴിയൂ. അന്ന് പല സ്ഥലങ്ങളിലും തടുത്തു. നേരത്തെ പറഞ്ഞല്ലോ, BJP നേതാവ് RS നേതാവ് വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഞങ്ങൾ ഓരോ ബൂത്ത് കേന്ദ്രീകരിച്ചും വ്യാജ വോട്ടുകളുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുത്തു. ആ പരാതി കൊടുത്ത സമയത്ത് പല വോട്ടർമാരും വന്നില്ല. പക്ഷെ വന്ന വോട്ടർമാരെ ജില്ലാ കളക്ടർ വോട്ട് ചെയ്യാൻ ശ്രമിച്ചു. കാരണം എന്താണ്? അത് ആ നടപടിക്രമം അനുസരിച്ച് അങ്ങനെയാണ്. ഐഡൻറ്റി കാർഡുള്ള ആർക്കും വോട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ വോട്ട് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ ഹൈക്കോടതിയിൽ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ആരാണ് ഇത് പരാതി കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കില്ല, നിയമപരമായി നേരിടില്ല എന്നൊക്കെ ഇവർ പറയുന്നത് ആരാണ്? ഇത് എവിടെ നാഗപ്പൂരിൽ നിന്ന് കിട്ടിയ വാട്സപ്പ് മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത് പറയുന്നത്? ഇവിടെ സുനിൽകുമാർ സുരേഷ് ഗോപിക്കെതിരായി ഇലക്ഷൻ പെറ്റീഷൻ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ പെറ്റീഷൻ അവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ ഞങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഉണ്ടായില്ല. ഇപ്പോൾ നമ്മൾ ഇത് പരിശോധിച്ച് ക്രിമിനലായി സുരേഷ് ഗോപിക്കെതിരെ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇത് ആടിനെ പട്ടിയാക്കുകയാണോ? ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇന്നിപ്പോൾ അന്വേഷണം തന്നെ ആരംഭിച്ചു. ആ അന്വേഷണം ആരംഭിച്ചിട്ട് BJP വക്താവ് പറയാണ് ഇവർ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് ഇവർ കോടതിയിൽ പോകുന്നില്ല. ഞങ്ങൾ എന്തിനു കോടതിയിൽ പോകണം? ഞങ്ങളിപ്പോൾ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടെന്നേ, പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷണത്തിൽ തൃപ്തരല്ലേ ഞങ്ങൾക്ക് കോടതിയിൽ പോകേണ്ട കാര്യമുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ആ പോയിന്റ് വ്യക്തമാണ്. ശ്യാംരാജ്,
ഇപ്പോൾ കൃത്യമായ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയിരിക്കുന്ന ഒരു ക്രിമിനൽ കോൺസ്പിറസിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. തൃശ്ശൂരിൻ്റെ കാര്യത്തിലാണ്. രാജ്യവ്യാപകമായി എന്താണ് സംഭവിച്ചതെന്നതിനെ പറ്റി അനിലക്കര പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. അതായത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇക്കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വ്യക്തത വരുന്നത്. എന്തുകൊണ്ട് തോറ്റു എന്നതിനെ പറ്റി, അത് തോറ്റതല്ല തോൽപ്പിച്ചതാണ്, ആ തോൽപ്പിക്കപ്പെട്ടത് ജനങ്ങളുടെ വിധിയല്ല, അത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ നിയമപരമായ നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വിശദീകരണം. ശ്യാംരാജ്, ഇതിപ്പോൾ വലിയ വിവാദങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണല്ലോ. തൃശ്ശൂരാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി നിൽക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് തൃശ്ശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി ഇക്കാര്യത്തെപ്പറ്റി മൗനം തുടരുന്നത്? അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് കുറവുണ്ടോ? അതെന്തിനാണ് അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് കുറവിൻ്റെ ആവശ്യം എന്നാണ്? അദ്ദേഹം എല്ലാ കാര്യത്തിലും വന്നിട്ട് ഇങ്ങനെ പ്രതികരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിനാണ്. ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം നിർബന്ധം പിടിച്ചത്. ഞാൻ നിങ്ങളോടൊരു യുക്തിസഹമായിട്ടൊരു കാര്യം ചോദിച്ചോളൂ. ഞങ്ങൾ തിരുവനന്തപുരത്തും ആറ്റിങ്ങലൊക്കെ തോറ്റത് 15,000-ഓളം വോട്ടുകൾക്കാണ്. അതായത് ഞങ്ങളുടെ തന്നെ മുൻ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ശ്രീ വി മുരളീധരനും ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ഞങ്ങളിപ്പോൾ അധ്യക്ഷനായിട്ടുള്ള ആളും, അവർ രണ്ടുപേരും മത്സരിച്ചതാണ്. അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു? അപ്പോൾ അത്തരത്തിലൊരു ആരോപണം നടത്തുകയാണെങ്കിൽ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെയും കൂടെ ജയിച്ചു കൂടായിരുന്നു. അവിടെ എന്തിനാണ് ഞങ്ങൾ 15,000 വോട്ടിന് തോറ്റത്? അപ്പോൾ അവിടെ മറ്റാരോപണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ ആരോപണങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുക, അടുത്ത ചോദ്യം അതായിരിക്കും. ഇതിനകത്ത് രസകരമായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. നോക്കൂ, കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് കഴിഞ്ഞ അവസാനം വന്നിട്ടുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഇവർക്ക് സീറ്റ് കൂടുതൽ കിട്ടുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് സംശയം വന്നു. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നതെന്ന്? ഞങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞങ്ങൾ ഈ നാട്ടിലെ ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുന്നുണ്ടെന്നൊക്കെ നിയമപരമായിട്ടുള്ള രീതിയിൽ ചേർക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ്. അങ്ങനെ ചേർത്തിട്ടുണ്ട് ഞങ്ങൾ. ഇനി അതേ പരാതിയുമായിട്ട് മുംബൈ ഹൈക്കോടതിയിൽ പോയല്ലോ എന്ന് ശ്രീ രാഹുൽ ഗാന്ധി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഉത്തരം എന്തായിരുന്നു? ഞങ്ങളുടെ സമയം മെനക്കെടുത്താതെ പോകൂ. ഇവിടെയാണ് പ്രശ്നം. ഇവിടുത്തെ കോടതികളിൽ ഇതൊന്നും ചെലവാകുന്നില്ലെന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒന്നും ചെലവാകുന്നില്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് കിട്ടണം എന്ന് നിർബന്ധമൊന്നും ഇല്ല എന്ന്. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്നതല്ലേ. സിസ്റ്റമാറ്റിക് ആയിട്ട് അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വിജയിക്കുക തന്നെ ചെയ്യും. അതിനകത്തൊരു യാതൊരു സംശയവുമില്ല. ഞങ്ങൾ തൃശ്ശൂരിൽ ചിട്ടയായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി ഞങ്ങൾ വിജയിച്ചു. ഈ ഇലക്ഷൻ കഴിഞ്ഞ് അതിന് തൊട്ട് അടുത്തുള്ള ദിവസങ്ങളിൽ ഇരു കക്ഷികളും എന്താ പറഞ്ഞത്? LDF-ന്റെ UDF-ന്റെ കക്ഷികൾ എന്താ പറഞ്ഞത്? ഞങ്ങളോട് ജയിക്കാൻ പോകുന്നില്ല എന്ന്. അപ്പൊ ആ സമയത്ത് അവർക്ക് ഈ സംശയമൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇതിനകത്ത് കാര്യം ഇത്രയും ഉള്ളൂ. ഇവർ ജയിച്ചേക്കാം എന്ന് കണക്ക് കൂട്ടി വലിയൊരു ബിഗ് മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് ഇറക്കി അദ്ദേഹം അവിടെ തോറ്റു കഴിഞ്ഞപ്പോൾ അതിന്റെ ജാള്യത മറക്കണം. അതിനു വേണ്ടിയിട്ട് കുറെ നാളുകളായിട്ടുള്ളൊരു ഹോംവർക്കാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നിട്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നു. ഇവർ ഞങ്ങൾ വിജയിക്കുമെന്ന് ആ സമയത്ത് പറഞ്ഞിരുന്നില്ല എന്ന്. അപ്പോൾ ഒരു വാദം ഉന്നയിക്കുമ്പോൾ അതിനൊരു യുക്തി ഉണ്ടാവണോ? ഒരിടത്ത് മാത്രം ഞങ്ങൾ അങ്ങനെ ചെയ്തു, അങ്ങനെയെങ്കിൽ ബാക്കി 18 ഇവരത് ചെയ്തില്ലേ? ബാക്കി 18 ഇവരത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് ആരോപിക്കാമല്ലോ. ഞങ്ങൾ ആരോപിച്ചു, ഞങ്ങൾ പറഞ്ഞതാ ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ആറ്റിങ്ങലെയും ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇവരോട് പറയാൻ പറ്റിയിട്ടുള്ളത്, തെരഞ്ഞെടുപ്പിൽ തോൽവികളും ജയങ്ങളും ഉണ്ടാകും. പക്ഷേ ആ തോൽവി വരുമ്പോഴത്തേക്ക് അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് മുമ്പോട്ട് വരരുത്. കേരളത്തിലൊട്ടാകെ ഞങ്ങളുടെ വോട്ട് കൂടിയല്ലോ, അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് എല്ലായിടത്തും കൂടെ ജയിക്കാൻ വേണ്ടി നോക്കിയാൽ പോരെ. അപ്പോൾ ഇതിനൊന്നും ഇത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾക്ക് തന്നെ യുക്തിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. യുക്തിയില്ല എന്നുള്ളതാണ് ബിജെപിയുടെ ആരോപണം. ശ്രീ അനിൽ അക്കരെ, നോക്കൂ, ശ്യാംരാജ് ചോദിച്ചതുപോലെ ഒരു പോയിന്റ്, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ക്രിമിനൽ വൽക്കരണത്തിലൂടെ അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള പ്രവൃത്തിയിലൂടെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നാണ്. ബഹുമാനപ്പെട്ട കോടതികളടക്കം അവരെ അയോഗ്യയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഞങ്ങളുടെ പണിയല്ല. ഈ അയോഗ്യയാക്കിയ ശേഷം നടന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്യാംരാജ് അവർ തോറ്റു. ഇന്ദിരാഗാന്ധി തന്നെ തോറ്റുപോയി. കേരളത്തിൽ മാത്രമാണെന്ന് കോൺഗ്രസ് പിടിച്ചു നിന്നത്, ബാക്കി എല്ലായിടത്തും തോറ്റുപോയി. ഞാൻ പറഞ്ഞത് തോറ്റു. അതെ, അതാ പറഞ്ഞത്. അപ്പൊ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടന്നില്ല എന്നുള്ളതാണ്. ഈ രാജ്യത്തിന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്? തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടന്നു എന്നുള്ളതല്ലേ? ഇന്ദിര തന്നെ തോറ്റു എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടന്നു എന്നുള്ളതല്ലേ? ഏത്? അല്ല, ഇന്ദിര തന്നെ തോറ്റു എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടന്നു എന്നുള്ളതല്ലേ കാര്യം? ഇന്ദിര തോൽക്കാൻ കാരണം എന്താണ്? അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് എന്താ സംഭവിച്ചത്? ഇന്ദിര തോൽക്കാൻ കാരണം എന്താണ്?
അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടായ കാരണം എന്താണ്? അവർ യോഗ്യപ്പെട്ടത് എങ്ങനെയാണ്? ഈ രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങൾ പ്രധാനമന്ത്രിയുള്ള രീതിയിൽ അവർ ഉപയോഗിച്ചതുകൊണ്ടല്ലേ? അപ്പോൾ അത് ശരിയായ രീതിയിൽ ആ തിരഞ്ഞെടുപ്പ് പോയതുകൊണ്ടാണോ? അപ്പോൾ ആ ഒരു കാര്യത്തെ നിങ്ങൾ തന്നെ മറച്ചു വയ്ക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യരുത്. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിലല്ല, ആ തിരഞ്ഞെടുപ്പിൽ എന്ത് നടന്നു എന്നുള്ളതാണ് കാര്യം. ഓക്കെ, പോയിന്റ് വ്യക്തമാണ്. ശ്രീ അനിൽ അക്കരെ, ഇതിപ്പോൾ ശ്യാംരാജ് ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, വൈ തൃശൂർ എന്നൊരു ചോദ്യമുണ്ടല്ലോ. നോക്കൂ, BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ വളരെ ശക്തമായ മത്സരമാണ് രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെച്ചത്. ശശി തരൂരിന്റെ ഭൂരിപക്ഷത്തെ കുറയ്ക്കാനായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. മാത്രമല്ല, മറ്റ് പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടും അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ആറ്റിങ്ങൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ അവർ അപ്രതീക്ഷിതമായി മുന്നേറ്റം കാഴ്ചവെച്ചു പാലക്കാട്. അപ്പോൾ ഇത്തരം മണ്ഡലങ്ങളിൽ ഒന്നും കാണിക്കാത്ത എന്ത് മാജിക്ക് അല്ലെങ്കിൽ ഈ കൃത്രിമത്വം എന്തുകൊണ്ട് തൃശ്ശൂർ മാത്രം കാണിക്കണമെന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത്? അല്ല, ഈ തൃശ്ശൂർ കാണിച്ച കൃത്രിമം പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ ചെയ്തില്ല എന്നല്ലേ ശ്യാംരാജ് സൂചിപ്പിച്ചത്. ഞങ്ങൾ തൃശ്ശൂരിൽ കാണിച്ച കൃത്രിമം എന്തുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്തില്ല, എന്തുകൊണ്ട് ഞങ്ങൾ ആറ്റിങ്ങൽ ചെയ്തില്ല? അല്ല, അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളതാണ്. അവിടെ ഒരു കൃത്രിമത്വം ഉണ്ടെങ്കിൽ ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? രാജീവ് ചന്ദ്രശേഖരന് എവിടെയാണ് വോട്ടുണ്ടായിരുന്നത്? പിന്നെ ശോഭാ സുരേന്ദ്രന് എവിടെയാണ് വോട്ടുണ്ടായിരുന്നത്? വി മുരളീധരന് എവിടെയാണ് വോട്ടുണ്ടായിരുന്നത്? പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിന് എവിടെയാണ് വോട്ടുണ്ടായിരുന്നത്? വി മുരളീധരൻ്റെ കുടുംബത്തിന് എവിടെയാണ് വോട്ടുണ്ടായിരുന്നത്? ശോഭാ സുരേന്ദ്രൻ്റെ കുടുംബത്തിന് എവിടെയാണ് വോട്ടുണ്ടായിരുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് വോട്ടുണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുമ്പ്, അതല്ലെങ്കിൽ 2024 ഞാൻ നേരത്തെ ആ ഡേറ്റ് കൃത്യമായി പറഞ്ഞതാണ്, ആ 2024 ജനുവരി 22 വരെ 2024 ജനുവരി 22 വരെ സുരേഷ് ഗോപിക്ക് വോട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്താണ്. പിന്നെ സുഭാഷ് ഗോപിക്ക് വോട്ടുണ്ടായിരുന്നത് കൊല്ലത്താണ്. അങ്ങനെ 2024 ജനുവരി 22 പിന്നെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 3 മാസം 90 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് മാത്രമുള്ളത്. അതിന് മുമ്പുണ്ടായിരുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ്. അപ്പോൾ 3 മാസത്തിന് ശേഷമാണ്, പിന്നെ തൊട്ട് മുമ്പായിട്ടാണ് ഇവിടെ വോട്ട് ചേർക്കുന്നത്. മറ്റുള്ള ആളുകളുടെ സ്ഥിതി അതല്ലല്ലോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ പരിശോധിക്കേണ്ടായി. ഈ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോട്ടുകൾ മുഴുവൻ പിന്നെ തൃശ്ശൂർ അസംബ്ലിയിൽ വന്ന് ചേർത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2024 ഏപ്രിൽ 24 ഞങ്ങൾ കൃത്യമായ പരാതി ഈ വിഷയത്തിൽ കൊടുക്കുന്നത്. ഞങ്ങൾ ശ്യാംരാജ് അല്ലെങ്കിൽ BJP വക്താവ് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സുപ്രഭാതത്തിൽ അനിൽ അക്കരയും TM പ്രതാപനും ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിരുന്ന് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ BJP അനധികൃതമായി ഇപ്പോൾ വോട്ട് ചേർത്തിയെന്ന് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതല്ല. നിങ്ങൾ പരാജയപ്പെടും എന്ന് പറഞ്ഞ സമയത്തും ഞങ്ങളുടെ ആരോപണം ഇതുതന്നെയായിരുന്നു. അപ്പോൾ ആ ആരോപണത്തിൻ്റെ തുടർച്ച എന്നത് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ നടത്തിയപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. ഇപ്പോൾ ഇത് ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? സുരേഷ് ഗോപിയുടെ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് സുരേഷ് ഗോപിക്ക് വോട്ട് ഉണ്ട്, നിലവിൽ ഇപ്പോഴും വോട്ടുണ്ട്. അദ്ദേഹം ആ വോട്ട് സ്വന്തം റെസിഡൻസ് അവിടെ തന്നെയാണ്. അവിടുന്ന് ഒരു ദിവസം പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ വോട്ട് മാറ്റിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? 2024 ഒക്ടോബർ മാസത്തിൽ നടന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ റിവിഷൻ വോട്ട് ചേർക്കാനും നീക്കം ചെയ്യാനുമുള്ള അവസരം 2024 ഒക്ടോബറിലാണ് ഉണ്ടായത്. അന്ന് സുരേഷ് ഗോപി അവിടെ വോട്ട് നീക്കം ചെയ്തില്ല. 2025 ഇപ്പോൾ ഈ 7-ാം തീയതി വരെയായിരുന്നു ഇപ്പോൾ രണ്ടാമതുണ്ടായിരുന്ന റിവിഷൻ. ആ സമയത്തും സുരേഷ് ഗോപി വോട്ട് നീക്കം ചെയ്തില്ല. ഇന്ന് 12-ാം തീയതി വരെയാണ്. ഈ സമയത്ത് നോക്കുമ്പോഴും സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്ത് തന്നെയാണ് വോട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പിന്നെ സാങ്കേതികത്വമൊക്കെ കൃത്യമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വോട്ട് നീക്കം ചെയ്യാനും ചേർക്കാനും പാർലമെൻറ്റ് പിന്നെ അല്ലെങ്കിൽ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസി പോലെ കഴിയില്ല. അതിന് പ്രത്യേകമായ സമയമുണ്ട്. ആ സമയത്തൊന്നും സുരേഷ് ഗോപി ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ എവിഡൻസുകൾ കൃത്യമാണ്. ഇപ്പം ഞങ്ങൾ കൊടുത്തിട്ടുള്ള പരാതിക്കകത്ത് ക്രിമിനൽ കോൺസ്പിറസി നിൽക്കുന്നത് സുരേഷ് ഗോപിയുടെ വോട്ട് ശാസ്തമംഗലം വാർഡിൽ പതിറ്റാണ്ടുകളായി ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ നിൽക്കുകയാണ്. ആ ഗ്യാപ്പില്ലാതെ നിന്നപ്പോഴാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ താമസിച്ചിട്ടില്ല, സ്ഥിര താമസക്കാരനല്ല എന്ന എവിഡൻസിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞത്. അതുതന്നെയാണ് ചേലക്കരയിലെ വോട്ടർ ലിസ്റ്റ് നോക്കിയാലും വടക്കാഞ്ചേരിയിലെ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയാലും
പൊന്നാനിയിലെ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയാലും ചാലക്കുടിയിലെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ആളുകൾ ഇങ്ങോട്ട് വന്ന് ചേർന്നത് അവരുടെ സ്ഥിരതാമസം പതിറ്റാണ്ടുകളായി അതാത് ശരി, ആ പോയിന്റ് വ്യക്തമാണ്. ശ്യാംരാജ്, ആനിലക്കര പറയുന്നത് നോക്കൂ, നിങ്ങളുടെ മറ്റു സ്ഥാനാർത്ഥികൾ ആരും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വോട്ടർ ലിസ്റ്റ് മാറ്റുകയോ വോട്ടർ ലിസ്റ്റിലെ പേര് ആ മണ്ഡലത്തിലേക്ക് മാറ്റുകയോ ചെയ്തിട്ടില്ല. സുരേഷ് ഗോപി മാത്രമാണ് മാറ്റിയിട്ടുള്ളത്, സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളാണ് മാറ്റിയിട്ടുള്ളത്. മാത്രമല്ല ആ വിധത്തിലുള്ള ഇത്രയും വ്യാപകമായിട്ടുള്ള വോട്ട് ചേർക്കലുകൾ നടന്നിട്ടുള്ളത് തൃശ്ശൂരിലാണ്. അതുകൊണ്ടാണ് തൃശ്ശൂരിനെ സംശയിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മറുപടി. അല്ല, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാൻ പറ്റുള്ളൂ. ഒന്ന്, ആ വിധത്തിലുള്ള പ്രവർത്തനമൊന്നും ഒരിടത്തും ഞങ്ങൾ നടത്തിയുള്ളൂ. ഞങ്ങൾ അവിടെ ആ നാട്ടിലുള്ള ആളുകളുടെയും അതോടൊപ്പം തന്നെ പുതുതായിട്ട് വോട്ടേഴ്സ് ചേർക്കേണ്ട ആളുകളുടെയും വോട്ടേഴ്സ് അവരുടെ പേരുകൾ കൃത്യമായിട്ട് ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. അത് ആ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഉണ്ടായിട്ടില്ല. ഇനി ആ സമയത്ത് പരാതികൾ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഇവർക്ക് പരാതിപ്പെടാമായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് യാതൊരു കഴമ്പുമില്ല. മറ്റൊരു കാര്യം, ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീ സുരേഷ് ഗോപിയെ ഇവർ തെറ്റുകാരനായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഇതേ കാര്യം തന്നെയാണ് ഇവരുടെ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയും ചെയ്തിട്ടുള്ളതെന്ന്. ഹരിപ്പാടേക്ക് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും വോട്ട് മാറ്റിയിട്ടുള്ളത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മാത്രമാണ്, തൊട്ടടുത്ത മാസങ്ങളിൽ മാത്രമാണെന്ന്. അപ്പൊ അതെന്താ തെറ്റല്ലാതാവുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുകയും ഒരു ഭാഗത്ത് മാത്രം തെറ്റുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള തോൽവിയെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്ത ഇവരുടെ മനോനിലയാണ്. ഞങ്ങൾ മാത്രമൊന്നുമില്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെയും നിരവധിയായിട്ടുള്ള ആളുകളുടെ ഈ ഇരട്ട വോട്ടിനെ കുറിച്ചിട്ട് ഇന്നും ഇന്നലെയൊക്കെയായിട്ട് മാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കലാണ്. അതാണ് ഞാൻ പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളി അടക്കം. എൽദോസ് കുന്നപ്പള്ളിക്ക് 2 ഇടത്തും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 3 ഇടത്തുമാണ് ഞാൻ സൂചിപ്പിച്ചതിനുണ്ട്. ഇതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന്. അന്നൊക്കെ അതിന് ന്യായീകരണം കണ്ടെത്തിയിട്ടുള്ള ആളുകൾ, അന്നൊക്കെ അതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ഇന്ന് ഞങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് യാതൊരു സംശയവും വേണ്ട. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്നുള്ളതാണ് ബിജെപിയുടെ ആരോപണം. എന്തായാലും കോൺഗ്രസ് പരാതി നൽകിയിരിക്കുകയാണ്. അനിലക്കര ഉൾപ്പെടെയുള്ള നേതാക്കൾ കമ്മീഷണറെ നേരിട്ട് കണ്ട് പരാതി നൽകിയിരിക്കുകയാണ്. ശക്തമായി പ്രതിരോധിക്കുകയാണ് തൃശ്ശൂരിലെ വിഷയത്തിൽ. ബിജെപി രാജ്യവ്യാപകമായി വോട്ട് ചോരി ആരോപണത്തെയും പാർലമെന്റിൽ ശക്തമായി ഉയർത്തുകയാണ് ഈ വിഷയം. ഐക്യ പ്രതിപക്ഷവും